അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ഇതിൽ ഒരു ആവറേജ് പടമാണുള്ളൂ. എനിക്ക് അത്ര കിടിലമായിട്ട് തോന്നിയിട്ടില്ല. ബട്ട് ചില സമയത്ത് ബോറടിക്കുന്നുണ്ട്, ചില സമയത്ത് പിക്കപ്പ് ആവുന്നുണ്ട് പടം. ഒന്നുമില്ല, ഒരു ജീവിതകഥ, ഒരു ഗോൾഡിൻ്റെ ഒരു കഥയാണ്. ബേസിലിനെ ഇഷ്ടമാണ്. ബേസിൽ സീരിയസ് ആയിട്ടാണ് ആള് പൊളിയാ. ഇപ്പോൾ ചെയ്ത എല്ലാ പടങ്ങളും നല്ല ക്യാരക്ടർ നോക്കിയാണ് ചെയ്യുന്നത്. എവിടെയോ ഒരു എൻഗേജിങ് ഫാക്ടർ ഡൗൺ ആയി പോയത് പോലെ തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പം എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ബേസിലിൻ്റെ പെർഫോമൻസ് അടിപൊളി, എല്ലാവർക്കും വന്നാണ്. ഫാമിലി മൂവിയാണ്, ഒരു കുഴപ്പമില്ല, സൂപ്പർ പടം, എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് നല്ല പടം. കോമ്പിനേഷൻ സൂപ്പറാണ്. പക്ഷേ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഒരു റിവഞ്ച് സ്റ്റോറിയാണ്. അപ്പോൾ ആ ഒരു രീതി കണ്ട സൂപ്പർ പടമാണ്. ബേസിലിനെ ഇഷ്ടമാണ്. ബേസിലിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളി നല്ല കിഡിലായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. വൺ ടൈം വാച്ചബിളാണ്, നമുക്ക് ലാഗ് അടിക്കത്തില്ല, നല്ല രീതിയിൽ പോകും. ക്ലൈമാക്സ് ഒക്കെ കിടിലം സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബേസിൽ നമ്മൾ ഇതുവരെ കാണാത്തൊരു ബേസിലിനെ ഈ ഒരു മൂവിയിൽ നിന്ന് കാണാൻ പറ്റും. പുള്ളി കൂടുതൽ ഹ്യൂമർ പിടിച്ചിട്ടില്ല, ബട്ട് എന്നാലും നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അത് സജിനും എല്ലാവരും ലിജോ മോളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ദുവിൻ്റെ എഴുത്തിനെ ആധാരമാക്കിയുള്ള സിനിമ അത് നന്നായിട്ട് തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. നല്ല മേക്കിങ്ങാണ്. കോമഡിയല്ല, അവിടെ ഇവിടെ അത്യാവശ്യം വേണ്ട കോമഡി മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് മെയിനായിട്ട് സ്വർണ്ണം നമ്മുടെ ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നു, അത് കാരണം ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും, അത് നമ്മൾ എങ്ങനെ അതിനെ റിയാക്ട് ചെയ്യുന്നുള്ള ഓരോ പേഴ്സണൽ ആ 3 കഥാപാത്രങ്ങൾ അവരെ ബേസ് ചെയ്തിട്ടുള്ള കഥയാണ്. നല്ല മേക്കിങ്ങാണ്, കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ക്യാരക്ടറാണ്. ബേസിൽ സീരിയസ് ആയിട്ടാണ് ആള് പൊളിയാ. ഇപ്പോൾ ചെയ്ത എല്ലാ പടങ്ങളും നല്ല ക്യാരക്ടർ നോക്കിയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അമ്പാനും നന്നായിട്ടുണ്ട്. പടം നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. ഫീൽ ഗുഡും നല്ല ത്രില്ലറുമാണ്. കുഴപ്പമില്ല, കൊള്ളാം. ഒരു ആവറേജ് പടമാണുള്ളൂ. എനിക്ക് അത്ര കിടിലമായിട്ട് തോന്നിയിട്ടില്ല. ബട്ട് എന്നാലും കണ്ടുകൊണ്ടിരിക്കാം. ചില സമയത്ത് ബോറടിക്കുന്നുണ്ട്, ചില സമയത്ത് പിക്കപ്പ് ആവുന്നുണ്ട് പടം. ഓവറോൾ ഒരു ആവറേജ് റിവ്യൂ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പെർഫോമൻസ് ബേസിൻ്റെ അസ്യൂഷ്വൽ ബേസിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മോശമായിട്ട് തോന്നാൻ ആരില്ല. പക്ഷെ എന്നാലും എവിടെയോ ഒരു എൻഗേജിങ് ഫാക്ടർ ഡൗൺ ആയി പോയത് പോലെ തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ചില സമയത്ത് ഇങ്ങനെ പിക്കപ്പായി വരുന്നുണ്ട്. എന്നാലും ഓവറോൾ ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്ര കിടിലമായിട്ട് തോന്നിയിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ഇതിൽ ഈ ഒരു സ്ക്രിപ്റ്റിൽ ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സ്ക്രിപ്റ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരേ ലൈനിൽ പോകുന്നൊരു പടമാണ്. അതിൽ കുറച്ച് ചില സമയത്ത് നന്നായിട്ട് എൻഗേജിങ് ആയിട്ട് തോന്നുന്നുണ്ട്, ചില സമയത്ത് ഡൗൺ ആയി പോകുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്ക്രിപ്റ്റ് മീൻസ് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ടൈപ്പ് സാധനമാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പം എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് ഇപ്പം എൻ്റെ ചേച്ചിക്ക് എനിക്കറിയില്ല, ചേച്ചി കണ്ടു, അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടില്ല അഭിപ്രായം എങ്ങനെ ഉണ്ടെന്ന്. ഒരുപാട് പേർക്ക് ഇഷ്ടമായെന്ന് പറയുന്നത് കേട്ടു. എനിക്കത് അത്രത്തോളം വർക്കായില്ല. ഞാൻ പറഞ്ഞത് ഒരു ആവറേജ് 5.5 അല്ലെങ്കിൽ 6 അകത്ത് കൊടുക്കാം, അത്രേ ഉള്ളൂ. അത് എനിക്ക് വർക്കായില്ലെന്ന് പറഞ്ഞത്. ചിലപ്പം ഒരുപാട് ഇഷ്ടപ്പെട്ട ഇപ്പോൾ എൻ്റെ അമ്മ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മ 10 കൊണ്ട് കൊടുക്കും. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കും, താല്പര്യം പോലെ ഇരിക്കും. അങ്ങനെയല്ല, സ്വർണ്ണത്തിന് ഒരു ആ പെണ്ണിൻ്റെ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ സ്വർണ്ണം ഇടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് പടം തീരുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെന്നല്ലോ അത് കറക്റ്റ് മെസ്സേജാണ്. സ്വർണ്ണം ഉള്ളവർ മാത്രമല്ലല്ലോ ഭംഗിയായിട്ടുള്ളത്. അത് നല്ല മെസ്സേജാണ്. പക്ഷേ ഒരു മെസ്സേജ് കാണാൻ വേണ്ടി മാത്രം നമ്മൾ സിനിമ കാണണമെന്നില്ലല്ലോ. കുഴപ്പമില്ല ബ്രോ, ഒന്നുമില്ല, ഒരു ജീവിതകഥ, ഒരു ഗോൾഡിൻ്റെ ഒരു കഥയാണ്, വേറെ ഒന്നുമില്ല. അത് തന്നെ ഈ ഒരു ഗോൾഡിൻ്റെ കഥ തന്നെ അങ്ങേറ്റം വരെ പോയിക്കൊണ്ടിരിക്കും.